പ്രിയപ്പെട്ടവരെ, എംഫേവർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിപി നൂർദീൻ. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ സെഷൻ ആരംഭിക്കുന്നത്. LDC തിരുവനന്തപുരം പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സിലെ 3 റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഉൾപ്പെടെ മുഴുവനായും വള്ളി പുള്ളി തെറ്റാതെ എംഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചു എന്ന വലിയ സന്തോഷം. അത് ഞാൻ ഇന്നലെ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് നമ്മുടെ ഏറ്റവും പുതിയ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൻക്വയറി ആയിട്ട് മുന്നോട്ട് വന്നിരുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഞാൻ ആദ്യം അത് ഒന്നും കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സൗദി അറേബ്യ അല്ലെ, ആ ചോദ്യം മുഹമ്മദ് മുസ്താഖ്, അതുപോലെ തന്നെ നമ്മുടെ ആർ പ്രജ്ഞാനന്ദ ചോദ്യം, എം ഷാജ്, ആഗസ്റ്റ് 23, അബ്ദുൽ ഫത്ത അൽ സിസി, ദ്രൗപദി മുർമു, ജാർഖണ്ഡ് മുൻ ഗവർണർ ഉൾപ്പെടെ വള്ളി പുള്ളി തെറ്റാ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അരുൺകുമാർ മിശ്ര, സാഞ്ചി അല്ലെ, സീറോ കാർബൺ നഗരം, ആദിത്യ L1, മൻസുഖ് മാണ്ഡവ്യ, നൊബേൽ പുരസ്കാരം. ഇതിനേക്കാൾ ഉപരി നിങ്ങളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ചോദ്യമാണ് മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് എന്ന് പറയുന്ന ചോദ്യം അല്ലെ. കൃത്യമായിട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടിയിരുന്നു. എന്താ നോക്കിയേ, എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യം, കറണ്ട് അഫെയർ ചോദ്യം. മുന്നേയും ഇതുപോലുള്ള ചോദ്യങ്ങൾ PSC ഉണ്ടായിട്ടുണ്ട് അല്ലെ. നെല്ല്, അതിലും യഥാക്രമം ഗോതമ്പ്, ചോളം എന്നിവ 2-3 സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് അനുബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്. നാറ്റോയിൽ 2024 ജോയിൻ ചെയ്ത രാജ്യം സ്വീഡൻ. അപ്പൊ ഇത്തരത്തിൽ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്ക് നേടിയാൽ ആരാ? LDC റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ വരുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ അല്ലെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ എല്ലായിടത്തും പൊതുവായിട്ട് കിട്ടുന്നതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. എന്നാൽ LDC പോലുള്ള പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഒരു മാർക്ക് പോലും നിങ്ങളുടെ 300-400 റാങ്കിന് പിന്നിലും മുന്നിലുമാക്കാം എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള നാൾ പഠിച്ചു വരിക. അപ്പോ കാര്യത്തിലേക്ക് കടക്കുകയാണ്. LDC തിരുവനന്തപുരം പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് 70-ന് മേലെയും 75-ന് മേലെയും 80-ന് മേലെയൊക്കെ ഈ പറയുന്ന മാർക്ക് പറയുന്നുണ്ട്. PSCയുടെ പ്രൊഫഷണൽ കീ പ്രകാരമാണ് ഈ പറയുന്ന മാർക്കുകൾ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം ഇത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള കട്ട ഫൈറ്റ് എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാവുന്നതിൽ അപ്പുറമാണെന്നുള്ളതാണ് മറ്റൊരു സത്യം. ഓക്കെ, ആദ്യ റാങ്കുകൾ, പ്രധാനമായിട്ടും ആദ്യ 1000 റാങ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള അടിപിടി മറ്റു ഒരു സംസ്ഥാനങ്ങളിലും ഒരു ജില്ലകളിലും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാനാണ്. തിരുവനന്തപുരത്ത് ഉണ്ടാവുന്ന ആ ഒരു അത് അല്ലെ, ആദ്യത്തെ പരീക്ഷ കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി അങ്ങോട്ടുള്ള പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ട്രെൻഡ് മനസ്സിലായിട്ടുണ്ട് അല്ലെ. മലയാളം എന്ന് പറയുന്ന, അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കൊള്ളാം. നമുക്ക് മാർക്കിലേക്ക് ഞാൻ കടന്നു വരാം. ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു. ഒരുപാട് കുട്ടികൾക്ക് ഇതുണ്ട് താനും. പക്ഷേ ഇപ്പോൾ മാർക്ക് കൂട്ടിയിരിക്കുന്ന പലർക്കും അന്തിമ ഫൈനൽ കീ വരുമ്പോഴേക്കും മാർക്ക് കുറഞ്ഞു വരും അല്ലെ. അതിന് പ്രധാനമായിട്ടും ഡിലീഷൻസ്, PSC ഏതൊരു പരീക്ഷ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ആ ശരിയായ ഉത്തരങ്ങളെ പോലും ഡിലീറ്റ് ചെയ്ത് വിടുന്ന ഒരു പരിപാടിയുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു വരാം. അതിന് മുന്നേറ്റ് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇനിയുള്ള ജില്ലക്കാർ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കണം. മലയാളം പഠിച്ച് വെറുതെ സമയം കളയരുത്. പറ പഠിച്ച് വെറുതെ സമയം കളയരുത്. ഏതൊരവസ്ഥയിലും മലയാളത്തിൽ മുഴുവൻ മാർക്ക് നേടാൻ സാധിക്കും. ഇനി ഒരുത്തനും കൊടുക്കാൻ പറ്റാത്ത ചോദ്യമാണെന്നുണ്ടെങ്കിൽ അത് PSC അങ്ങ് ഡിലീറ്റ് ചെയ്യും. മനസ്സിലായോ? ഇംഗ്ലീഷിൽ പലർക്കും കോൺഫിഡന്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് നോക്കിക്കൊള്ളൂ, കുഴപ്പമില്ല. മാത്സ്, റീസണിങ് വളരെ ഈസിയാണ് എന്ന് വെച്ച് നിങ്ങൾ ഒരു ദിവസവും പ്രാക്ടീസ് മുടക്കരുത്. എല്ലാ ദിവസവും ഒന്ന് ചെയ്തു പോവുക. ഈസി ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു പരിശീലനം മുടക്കണ്ട കേട്ടോ. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി, പുതുതായിട്ട് ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അതുപോലെ ഈ വരുന്ന നമ്മുടെ ബാക്കി വരുന്ന GK ടോപ്പിക്സ്, അതിൽ എന്തൊക്കെയാണോ ഹോട്ട് ടോപ്പിക്സ് കൃത്യമായിട്ട് നമ്മുടെ LDC റാങ്ക് മേക്കർ കോഴ്സിലും ജേതാവ് കോഴ്സിലും മുന്നേയുള്ള കംപ്ലീറ്റ് കോഴ്സിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അതിപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഏറ്റവും പുതിയ ക്രാഷ് കോഴ്സ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെ, ഇനി നമ്മുടെ മറ്റു ജില്ലകൾക്ക് പരീക്ഷകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കായിട്ട് 1499 രൂപയ്ക്ക് കംപ്ലീറ്റ് പ്രീമിയം ബാച്ച് ആണ്. എന്താണ്
ഹോട്ട് ടോപ്പിക്സ്, GK ഹോട്ട് ടോപ്പിക്സ്, അത് മുന്നേയുള്ള പരീക്ഷകൾക്കും കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ക്ലാസ്സുകൾ, ഇതിൻ്റെ അകത്ത് വീഡിയോ ക്ലാസ്സുകളുണ്ട്, ഇഷ്ടമുള്ള സമയത്ത് കാണാം എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും നിങ്ങൾ ക്ലാസ്സുകൾ നോക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഞാൻ നൽകുന്ന ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഏതാ? GK വിഭാഗത്തിലെ ഹോട്ട് ടോപ്പിക്സ്. കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത് അത്രമാത്രം കോൺഫിഡന്റ് ആയിട്ടാണ്. ഇനിയുള്ള ഏതൊരു ജില്ലയായാലും നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളുക, കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. GK എന്ന് പറയുന്നത് ഹോട്ട് ടോപ്പിക്. അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വാരി വലിച്ചു പഠിക്കണ്ട, എല്ലായിടത്തും കിട്ടുന്ന കാര്യം തന്നെയാണ്. കുറെ ക്രോഡീകരിച്ചുകൊണ്ട് നല്ല വൃത്തിക്ക് നോട്ട് കിട്ടുമെന്നുള്ളതാണ് സാരം. മനസ്സിലായോ? അപ്പോ അത് ഒരു പറ്റം GK ഹോട്ട് ടോപ്പിക് നോട്ടുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു വയ്ക്കാം. അവസാനത്തെ റിവിഷൻ എന്നുള്ള രീതിയിൽ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എക്സാമിന് വള്ളിപുള്ളി തെറ്റാതെ വരുമെന്നുണ്ട് എന്നതിനാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഞാനിവിടെ പറയുന്നു, നമ്മുടെ ഈ പറയുന്ന പ്രയാണം ബാച്ചിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നിവ ഉണ്ട് എങ്കിൽ കൂടിയിട്ടും താല്പര്യമുള്ളവർ മാത്രം ആ ക്ലാസ് കണ്ടാൽ മതി. കാരണം അതിനായിട്ട് ഇനി കൂടുതൽ സമയം കളയരുത്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് ഇവയ്ക്ക് മൂന്നും വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒരു ചോദ്യം കൊനിഷ്ഠ ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആർക്കും കിട്ടത്തില്ല, അല്ലെങ്കിൽ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. PSC അത് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പൊ അതിന്റെ പിന്നാലെ ഓടി വെറുതെ സമയം കളയണ്ട. ഇനി കറണ്ട് അഫയേഴ്സിൽ നിന്ന് പോലും 1-2 ചോദ്യങ്ങൾ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം. PSCയുടെ കാര്യമാണ്. ഏതൊരു വിഭാഗത്തിൽ നിന്നും 1-2 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുമെന്ന ചിന്താഗതിയോട് കൂടിയേ നമ്മൾ പരീക്ഷ കഴിയുമ്പോൾ ഇറങ്ങാവും. പരീക്ഷയ്ക്ക് മുന്നേ ഇത്ര ഡിലീറ്റ് ചെയ്യപ്പെടുമല്ലോ എന്നുള്ള ചിന്ത വേണ്ട. പരീക്ഷയ്ക്ക് ശേഷം ഇത് ഇത്ര ഡിലീറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇതിന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഇപ്പോ മത്സരിച്ചുകൊണ്ടിരിക്കുക, ഒബ്ജക്ഷൻ വേണ്ടിയിട്ടൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴത്തെ ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലായി. തിരുവനന്തപുരം LDC ആണ് അതിന് ആധാരം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്ക് നേടാൻ പറ്റുമോ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും. കാരണം ഹാർഡ് വർക്ക് ചെയ്തവനെ കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ച് വലിച്ചു വാരി 2022 മുതൽ ഒരു ടെക്സ്റ്റ് ബുക്ക് മേടിച്ചു വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. എവിടെ ഓർത്തു വയ്ക്കാനാ? ഇതൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് വാരി വലിച്ച് പഠിക്കാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രയാണം ബാച്ച് എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എംഫേവർ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 8891949239 എന്ന കസ്റ്റമർ കെയർ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ഓഫർ അഡ്മിഷൻ ഉറപ്പാക്കാം. ആപ്പിൽ നിന്നും നേരിട്ട് പർച്ചേസ് ചെയ്യാം. www.mfavor.com വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, എക്സാം വരേക്കും വാലിഡിറ്റി ഉണ്ട്. കംപ്ലീറ്റ് എക്സാം വരേക്കും വാലിഡിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്നത് LDC പരീക്ഷാ ചോദ്യങ്ങൾ ഇവിടെ നിന്നും പഠിക്കേണ്ടത് മാത്രം പഠിച്ച് ഇനിയുള്ള നാൾ റാങ്ക് ഉറപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോ പ്രധാനമായിട്ടും മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ മാർക്കിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാം. 75 മുതൽ 85 റേഞ്ച് വരെയുള്ള കുട്ടികൾ നിലവിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് നോക്കി 1,00,000-ലധികം പേരാണ് ഇത്തവണ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെ പോയാലും ഒരു 10,000 കുട്ടികളെങ്കിലും അല്ലെ വളരെ ടൈറ്റ് ആയിട്ട് പഠിച്ച് ആവേശത്തോടു കൂടി തിമിർത്ത് നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ ഒരു 1,500 പേരുണ്ടെന്നിരിക്കുക. 1,500 പേര് അടങ്ങുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണെന്നിരിക്കുക. എന്തുമാത്രം ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. അവരിൽ എത്ര പേര് 75 മുതൽ 85 നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ തന്നെ പലർക്കും ഉണ്ടായിരിക്കും മാർക്ക്. പക്ഷെ നിങ്ങളൊക്കെ നിങ്ങളുടെ മാർക്കുകൾ പല യൂട്യൂബ് ചാനലിന്റെ വീഡിയോയുടെ താഴെ കമന്റ് ഇടുമ്പോഴും 85 എന്നും 80 എന്നും 70, 75 എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുമ്പോൾ കൂടിയിട്ടും അതിന്റെ താഴെ ഒരുപാട് പേര് വന്നിട്ട് നിങ്ങളെ തന്നെ ട്രോൾ ചെയ്യുന്നുണ്ട്. അത്തരക്കാരെയൊക്കെ ഞാൻ അവരെ ഒന്നും അടച്ച് ആക്ഷേപിക്കില്ല. കാരണം അവരൊക്കെ നമുക്ക് അടുത്ത തവണത്തെ LDCക്ക് നമ്മുടെ കോഴ്സ് എടുക്കേണ്ടി വരാം. എങ്ങനെ മനസ്സിലായോ? അതായത് ഇങ്ങനെയുള്ളവരാണ് അടുത്ത LDCക്ക് വേണ്ടി പഠിക്കാനിരിക്കുന്നവർ. കാരണം ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ എപ്പോഴും കട്ട് ഓഫ് കുറഞ്ഞു തന്നെ ഇരിക്കുമെന്ന ചിന്തയോടുകൂടി കട്ട് ഓഫ് കടന്നാൽ മതി എന്നുള്ള ചിന്തയോടുകൂടി പഠിക്കുന്നവർ കട്ട് ഓഫിന്റെ അടുത്തോലും വരത്തില്ല, ദൂരെ തെറിച്ചു പോകും. അപ്പൊ അവരെ നമുക്ക് അടച്ചാക്ഷേപിക്കണ്ട. നന്നായിട്ട് മാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടികളെ നമ്മൾ പരീക്ഷയ്ക്ക് ശേഷം കണ്ടോളാം. അവരൊക്കെ വരുമല്ലോ. പിന്നെ മിക്ക പരീക്ഷകളും 90-95 മേലെയൊക്കെ പറയുന്നവരുണ്ട്.
അന്തിമ ലിസ്റ്റ് വരുമ്പോഴേക്കും അവ കാണാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഡിലീഷൻസ് വരുന്നുണ്ട്, പിന്നെ ഇവർ കൂട്ടിയിലുണ്ടാവുന്ന തെറ്റുകൾ കാണാം, പിന്നെ ചുമ്മാ വിടുവായത്തം വിടുന്നവരുണ്ടാവാം, അല്ലെ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴുള്ള മാർക്കിൽ നിന്നും നിങ്ങൾക്ക് 4 or 5 മാർക്ക് ഒരുപക്ഷെ കുറഞ്ഞേക്കാം. അതിന് പ്രധാനമായിട്ടും കാരണം PSCയുടെ ഡിലീഷൻസ് തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് അങ്ങനെയാണ്. ഏതൊരു പരീക്ഷയിലും 5ലധികം ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഉത്തരമുള്ള ചോദ്യങ്ങൾ പോലും ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തിന്? ഈ ഒരു LDC പരീക്ഷയിൽ തന്നെ ഡിലീറ്റ് ചെയ്യേണ്ട ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഒബ്ജക്ഷൻ ഒന്ന് കൊടുത്താൽ തന്നെ ഡിലീറ്റ് ചെയ്യപ്പെടും ഈസി ആയിട്ട്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ ആ ഒരു ഫൈനൽ കീക്ക് ശേഷം എത്രയാണ് എന്നുള്ളത് നിങ്ങൾ ഒരുപക്ഷെ അറിയാൻ വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നുണ്ടാവാം. എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ ഈ പറയുന്ന ഡിലീഷൻ എല്ലാം കഴിഞ്ഞ് 65 മാർക്കെങ്കിലും നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കണം, പ്രതീക്ഷയ്ക്ക് വേണ്ടി. മനസ്സിലായോ? പ്രതീക്ഷയ്ക്ക് വേണ്ടി. ഒരുപക്ഷെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ലിസ്റ്റിൽ കുറവാണ് എങ്കിൽ 70 മേലെ ഈ പറയുന്ന കട്ട് ഓഫ് കടന്നാൽ കൂടിയിട്ടും തിരുവനന്തപുരം LDCയുടെ കാര്യത്തിൽ ഒരു അത്ഭുതവും കാണിക്കേണ്ട ആവശ്യമില്ല. ഇതേ അവസ്ഥയാണ് മറ്റ് ജില്ലക്കാർക്കും. മറ്റ് ജില്ലക്കാർക്ക് നിങ്ങൾ സേഫ് ആകണോ? നിങ്ങൾക്ക് ഇത്തവണ ഇത്രയും എത്ര കാലങ്ങളായിട്ട് കാത്തിരുന്ന് വന്ന ഒരു പരീക്ഷയാണ്. ഇതിനുവേണ്ടി എത്ര ദിനരാത്രങ്ങൾ നിങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ സേഫായിട്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണോ പരീക്ഷയ്ക്ക് ശേഷം? 70 മേലെ മാർക്ക് മേടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുക. കാരണം പരീക്ഷാ ചോദ്യങ്ങളുടെ ട്രെൻഡ് ഇതാണ് എന്ന് മനസ്സിലായി. ഈസി ചോദ്യങ്ങളാണ്. ഈസി ചോദ്യം ആയതുകൊണ്ട് തന്നെ കറക്കി കുത്താനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. അങ്ങനെ കുത്തുന്നവന്മാര് പുറകോട്ട് പോവും, ഒരുപക്ഷെ തെറിച്ച് സപ്ലിമെന്ററി ലിസ്റ്റിലോട്ട് പോവും. അതുകൊണ്ട് ദയവ് ചെയ്ത് കറക്കി കുത്താൻ നിൽക്കരുത്, എക്സൈറ്റഡ് ആവരുത്. മനസ്സിലായോ? ഉറപ്പുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒരുപാട് സമയമൊന്നും കൊടുത്ത് ഇനി പഠിക്കാൻ നിൽക്കണ്ട. GK ചോദ്യങ്ങളുടെ ട്രെൻഡ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ 2 വർഷം PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യ പേപ്പറുകളും എം ഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ടെലിഗ്രാമിൽ എം ഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്ത് കയറുക. മുഴുവൻ ചോദ്യങ്ങളും ചെയ്തു നോക്കുക. ഈ ഇത്തവണ LDC തിരുവനന്തപുരം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ മിക്കതും എല്ലാം ഞാൻ പറയുന്നില്ല, പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ബാക്കി പത്രം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളവയും അവയുടെ ബാക്കി പത്രങ്ങളുമാണ്. അപ്പൊ ദയവ് ചെയ്ത് എന്താണ് ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, അല്ലെങ്കിൽ 1 മാർക്കിന് വില കൽപ്പിക്കുന്ന കുട്ടികളുണ്ട്, എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ മുൻപന്തിയിൽ എത്തണം. എങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ LDC കോഴ്സ്, പ്രയാണം കോഴ്സ് 1499 രൂപയുള്ളൂ. കംപ്ലീറ്റ് LDC കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ മുഴുവൻ മാർക്ക് നേടാമെന്നുള്ള ഒരു ഉറപ്പാണ് നൽകുന്നത്. കാരണം അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. അത്തരത്തിൽ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന എൻ്റെ ഗുരുവിന് നന്ദി. ഓക്കെ, ഈ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, റാങ്ക് ഉറപ്പിക്കുക. ഇത് കേവലം ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു വാക്കോ ഒന്നുമല്ല. കാരണം ഇത് വിത്ത് പ്രൂഫ് നിങ്ങളിലേക്ക് നൽകുന്ന ഒരു കാര്യമാണ്. ഒരു സർക്കാർ ജോലി നമ്മുടെ നല്ല പ്രായത്തിൽ മാത്രമേ ശ്രമിച്ചാൽ കിട്ടുകയുള്ളൂ. പ്രായം കഴിഞ്ഞ് അവശ നിലയിലാവുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൂടെ വരുമ്പോഴേക്കും ഇത് നേടിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാരണം PSC പരീക്ഷ നേടാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് 24-30 വയസ്സിനിടയിലാണ്. 30-ന് ശേഷം PSC എന്ന് പറഞ്ഞ് മാത്രം നടക്കാൻ പറ്റത്തില്ല. ജീവിതഭാരങ്ങളും കൂടുമ്പോഴേക്കും PSC എപ്പോഴും നമ്മുടെ സെക്കൻഡറി ആയിട്ട് മാറും. പ്രൈമറി ആണെന്നൊക്കെ ഒരുപാട് പേര് വാദിക്കുമായിരിക്കാം. പക്ഷെ അത് പ്രൈമറി ആക്കാൻ വേണ്ടിയിട്ട് അവൻ കൊടുക്കുന്ന ത്യാഗവും സഹനവും മറ്റുമെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാതായിരിക്കും. അതിനെ അതിജീവിക്കുന്നവരാണ് 30-ന് ശേഷമുള്ളവർ. ലിസ്റ്റിൽ വരുന്നവരെല്ലാം അതിനെ അതിജീവിച്ചവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ എല്ലാവരുടെ ആശംസകളും. ഈ പറയുന്ന മാർക്കുള്ള കുട്ടികളൊന്നും യാതൊരുവിധ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ ശാന്തമായിട്ടിരിക്കുക. നിങ്ങളുടെ മാർക്ക് പുറത്ത് പറയണമെന്ന് പോലുമില്ല. ട്രോൾ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവരൊക്കെ നമ്മുടെ അടുത്ത LDC ബാച്ചിലൊക്കെ വരേണ്ടവരാണ്. നമ്മുടെ മാത്രമല്ല മറ്റുള്ളവർക്ക് അവരൊരു വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാവരുടെ ആശംസകളും. നന്ദി.